ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 2025 ശനിദോഷങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും എന്തൊക്കെ കരുതലും ശ്രദ്ധയുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ വേണ്ടത് എന്നുള്ളതിനെ പറ്റിയുമാണ് വ്യക്തമായി പറഞ്ഞു നൽകുന്നത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട് അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ശനി ദോഷങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുകയും ചെയ്യും. ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു പാപഗ്രഹമാണ്. ആ ഗ്രഹം രാശിക്ക് നമുക്ക് ദോഷം നൽകുന്ന സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന ആ സമയം വളരെയധികം ബുദ്ധിമുട്ടുകളാണ് പലർക്കും അനുഭവത്തിൽ വരുന്നത്. എന്നാൽ അതിന് വേണ്ട കരുതലും ശ്രദ്ധയുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ശനി ദോഷത്തെ മറികടന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും സാധിക്കും. ശനി മാറ്റം സംഭവിക്കുന്നത് 2025 മാർച്ച് മാസം 29-നാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു 3 മാസക്കാലം മുമ്പ് തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ ഒരു കരുതലും ശ്രദ്ധയും ഒക്കെ ഉണ്ടാകുവാനായിട്ടാണ്. അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും വേണം. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് 7ര ശനി, അതുപോലെ കണ്ടകശനി, അഷ്ടമശനി, അർദ്ധാഷ്ടമശനി എന്നീ ശനിദോഷങ്ങൾ 2025 മാർച്ച് മുതൽ ആരംഭിക്കുന്ന രാശിക്കാരെ പറ്റിയാണ്. ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉള്ള ഫലങ്ങളാണ്. ഒരു രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ജനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. 7ര ശനിയോ കണ്ടകശനിയോ അഷ്ടമശനിയോ അർദ്ധാഷ്ടമശനിയോ ആ രാശിക്ക് നടക്കുമ്പോൾ ആ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ ഈ ശനിദോഷങ്ങൾ അനുഭവത്തിൽ വരണമെന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ നക്ഷത്രങ്ങളിൽ ഒരു രാശിയിൽ ജനിക്കുന്ന ആ നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്വന്തം ജനന ജാതകമെന്നുണ്ട്. ആ ജാതകപ്രകാരം പലർക്കും പല ദശാകാലഘട്ടങ്ങളായിരിക്കും നടക്കുക. ജാതകത്തിൽ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കിയാണ് ദശാകാലങ്ങൾ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ശുഭഗ്രഹത്തിൻ്റെ, നല്ല ബലവാനായിട്ടുള്ളൊരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ രാശിക്ക് ശനി ദോഷമായിട്ട് സഞ്ചരിക്കുന്ന കാലമാണെങ്കിലും ശനിദോഷം വളരെ പേരിന് മാത്രം, നാമമാത്രമായിട്ട് അനുഭവത്തിൽ വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളാണ്. ആ ദശാനാഥൻ ശുഭനാണെങ്കിൽ നമുക്ക് ശുഭഫലങ്ങൾ ആ കാലഘട്ടത്തിൽ ലഭിക്കും. രാശിക്ക് ശനി ദോഷം നൽകുന്ന ഭാവത്തിൽ സഞ്ചരിച്ചാലും ആ ശനി ദോഷം പേരിന് മാത്രം ചെറിയ ബുദ്ധിമുട്ടുകൾ നൽകുമെന്നേ ഉള്ളൂ. അതിനെയും നിഷ്പ്രയാസം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ ആരുടെയൊക്കെയാണോ ജാതകപ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെ ദശ കൂടെ നടക്കുന്നത് അവർക്കായിരിക്കും ഈ 7ര ശനിയുടെയും അഷ്ടമശനിയുടെയും കണ്ടകശനിയുടെയും അർദ്ധാഷ്ടമശനിയുടെയും ദോഷം വളരെയധികം 100% ഒക്കെ അനുഭവത്തിൽ വരുന്നത്. അതുകൊണ്ട് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജീവിതത്തിൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റും പരിഗണിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം. അല്ലാതെ യൂട്യൂബിലും മറ്റും വന്ന രാശിഫലത്തെ മാത്രം നോക്കി മുന്നോട്ട് പോകരുത്. രാശിഫലം ഒരു പൊതുഫലമാണെന്ന സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർക്കാണ് 2025 മാർച്ച് മുതൽ ശനി ദോഷങ്ങൾ ആരംഭിക്കുന്നതെന്ന് നോക്കാം. ആദ്യം 7ര ശനി ആരംഭിക്കുന്ന രാശിക്കാരാണ് മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക. 7ര ശനിയെപ്പറ്റി എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒന്നാണ്. വളരെയധികം പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നൽകുന്ന ഒരു ദശാകാലഘട്ടമാണ് 7ര ശനി കാലഘട്ടം. 7ര ശനി കാലഘട്ടത്തിൻ്റെ ആദ്യത്തെ 2.5 വർഷക്കാലം ശനി 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. വ്യയമെന്ന് പറഞ്ഞാൽ പാഴ്ചിലവുകളുടെ കാലഘട്ടം എന്നർത്ഥം. അനാവശ്യ ചിലവുകൾ, പാഴ്ചിലവുകൾ, അലച്ചിലുകൾ, യാത്രാക്ലേശങ്ങൾ, ദുരിതങ്ങൾ, ഇതൊക്കെയാണ് 7ര ശനിയുടെ ആദ്യ കാലഘട്ടം നമുക്ക് നൽകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും കൈകളിലേക്ക് വരുന്ന പണം 10 രൂപ വന്നാൽ 20 രൂപയുടെ ഒരു ചിലവുണ്ടാവുക. നമ്മൾ സമ്പാദിക്കുന്ന പണം നമുക്ക് ഉപയോഗപ്രദമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട അവസ്ഥ വന്നു ചേരാം. നമ്മൾ ആരംഭിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പൂർത്തിയാക്കാനാകാതെ തടസ്സപ്പെട്ട് നിന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. 7ര ശനിയുടെ ആ തുടക്ക കാലഘട്ടം 2.5 വർഷക്കാലം പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അനാവശ്യ യാത്രകളിൽ കൂടെ ക്ലേശങ്ങൾ, അലച്ചിലുകൾ, ഇതൊക്കെയാണ് ഈ ഒരു 7ര ശനിയുടെ തുടക്കകാലം അനുഭവത്തിൽ വരിക. നമ്മളൊരു ശുഭകാര്യത്തിനെന്ന് പറഞ്ഞ് ചിലവഴിക്കുന്ന പണം അത് ശുഭകാര്യങ്ങൾക്ക് ചിലവാകാതെ അതൊരു പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ ആ കാലഘട്ടത്തിൽ വരാം. ചിലരെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കോ ആശുപത്രി വാസങ്ങൾക്കോ ഒക്കെ വേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥകളൊക്കെ വന്നു ചേരാം.
അങ്ങനെ ഒരല്പം ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. അതുപോലെ ഏഴര ശനിയുടെ തുടക്ക കാലഘട്ടം കർമ്മസംബന്ധമായിട്ടുള്ള അവരവർ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം സംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, അലച്ചിലുകളൊക്കെ ഈ ഒരു ഏഴര ശനി കാലഘട്ടത്തിൻ്റെ ആദ്യത്തെ 2.5 വർഷം അനുഭവത്തിൽ വരും. നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ആ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നടക്കണമെന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും വളരെ മന്ദത അനുഭവത്തിൽ വരുന്ന കാലഘട്ടം. എല്ലാ കാര്യങ്ങളും വളരെ മന്ദഗതിയിലായിരിക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതും. നമ്മളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന ധനവരുമാനമോ ലാഭമോ അതിൽ നിന്ന് ലഭിക്കാത്ത അവസ്ഥ, അതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അനാവശ്യമായ പാഴ്ചിലവുകളൊക്കെ വന്നു ചേരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർ വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ്. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവത്തിൽ വരാം. ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ചെറിയ ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരുന്ന കാലമാണ്. ഇപ്പോൾ ഈ ഏഴര ശനി കാലഘട്ടം വളരെ ശ്രദ്ധയോടും കരുതലോടും മുന്നോട്ട് പോവുക. വിവാഹ കാര്യങ്ങളിലൊക്കെ അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവത്തിൽ വരാം. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം വളരെ നല്ല രീതിയിൽ അതിനെ ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുക. ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന സമയമല്ല. പ്രത്യേകിച്ചും മേടം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം 2025 മാർച്ച് മുതൽ ഏഴര ശനിയുടെ ആദ്യ കാലഘട്ടം ആരംഭിക്കുമ്പോൾ പുതിയ ബിസിനസ് സംരംഭങ്ങളൊന്നും ആരംഭിക്കുവാനോ അല്ലെങ്കിൽ പണം നിക്ഷേപിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കാനൊന്നും അത്ര നല്ല സമയമല്ല. അതുപോലെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ പണം നിക്ഷേപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് നഷ്ടകഷ്ടങ്ങളിൽ കലാശിക്കുന്ന ഒരനുഭവം ഉണ്ടാകും. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം ജനന ജാതകപ്രകാരം അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് നിങ്ങളുടെ സ്വന്തം ജനന ജാതകപ്രകാരം ഒരു നല്ല ദശാകാലഘട്ടം നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിതൊന്നും വലുതായിട്ട് ബാധിക്കില്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു 30 മുതൽ 60 വയസ്സ് വരെ പ്രായത്തിനിടയിലുള്ളവർക്ക് ഇത് ഏഴര ശനിയുടെ 2ാം ഘട്ടമാണ്. ജീവിതത്തിൽ 3 പ്രാവശ്യമാണ് ഏഴര ശനി വരുന്നത്. ജനനം മുതൽ 30 വയസ്സ് വരെയും, 30 മുതൽ 60 വരെയും, 60 മുതൽ 90 വരെയും. അപ്പോൾ 30 മുതൽ 60 വയസ്സ് വരെ ഉള്ള പ്രായത്തിനിടയിൽ ജനിച്ചവരെ നിങ്ങൾക്ക് 2ാം ഘട്ട ഏഴര ശനിയാണ്. ഈ 2ാം ഘട്ട ഏഴര ശനി നിങ്ങൾക്ക് ജീവിതത്തിലെ മുന്നേറ്റ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക. ദോഷമുള്ള സമയമല്ല. അപ്പോൾ സ്വന്തം ജനന ജാതകത്തിൽ ഒരല്പം നല്ല ദശാകാലഘട്ടം കൂടിയാണ് നടക്കുന്നതെങ്കിൽ ഈ ഏഴര ശനി കാലഘട്ടത്തിൽ ഒരു നല്ല മാറ്റങ്ങളും ഗുണഫലങ്ങളും അനുഭവത്തിൽ വരും. അതും സ്വന്തം ജനന ജാതകപ്രകാരം നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇവിടെ പറയുന്നത് ആ ഏഴര ശനി വരുമ്പോൾ ലഭിക്കുന്ന ഒരു പൊതുഫലങ്ങളാണ്. അപ്പോൾ ഏതായാലും നല്ല പ്രാർത്ഥനയോടെ കരുതലോടെ മുന്നോട്ട് പോവുക. ജാതകപ്രകാരം ദോഷമുള്ള വ്യക്തികൾ കൂടെയാണെങ്കിൽ ശാസ്താക്ഷേത്രത്തിൽ എള്ളുകിഴി, നീരാഞ്ജനം വഴിപാട് നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നതും വളരെ വളരെ ഉത്തമമായിരിക്കും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനരാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനി 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുകയാണ്. കണ്ടകശനി കാലഘട്ടമാണ്. ഒരല്പം ബുദ്ധിമുട്ട് കൂടുതലുള്ള സമയമാണ്. കണ്ടകശനി കാലഘട്ടം എന്ന് പറയുന്നത് പൊതുവെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പലർക്കും അനുഭവത്തിൽ വരാം. അതുപോലെ വണ്ടി വാഹന യാത്രകൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയവും കാലവുമാണ്. മറഞ്ഞിരിക്കുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ജീവിതത്തിൽ വന്ന് ചേരാൻ ഉള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും കണ്ടകശനി കാലഘട്ടത്തിൽ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ വളരെ ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. സാമ്പത്തികം, പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും ശ്രദ്ധയുണ്ടാകണം. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ്. നമ്മളേറെ വിശ്വസിക്കുന്ന വ്യക്തികളിൽ നിന്ന് പോലും പലതരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങളോ ചതി, വഞ്ചന ഇതൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പലതരത്തിലുള്ള തടസ്സം, ബുദ്ധിമുട്ട്, പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്നൊരു കാലഘട്ടമാണ് കണ്ടകശനി കാലഘട്ടം. ഭാഗ്യം അത്രമേലൊന്നും നമുക്ക് ലഭിക്കുന്ന ഒരു സമയമല്ല. അതുപോലെ നമ്മുടെ കർമ്മസംബന്ധമായിട്ട് ചെയ്യുന്ന ജോലി, തൊഴിൽ, ബിസിനസ് സംബന്ധമായിട്ടൊക്കെ തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചെറിയ ചില ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ അനുഭവത്തിൽ വരാം. ചിലർക്ക് കുറച്ച് നാൾ ജോലി ഇല്ലാതിരിക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജോലി, തൊഴിലുകൾ മാറി മാറി ചെയ്യേണ്ട അവസ്ഥകളൊക്കെ വന്നു ചേരാം. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം അവരവരുടെ കർമ്മത്തിൽ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മ മേഖലയിൽ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് മിഥുനരാശിക്കാർക്ക്. അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ഈ ഒരു സമയം ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നത് അത്ര ഉത്തമമല്ല. ബിസിനസ്സിലേക്ക് ഒരുപാട് പണം നിക്ഷേപിച്ച് മുന്നോട്ട് പോയാൽ അതൊക്കെ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നൽകുന്ന അനുഭവം ഉണ്ടാകും.
അപ്പോൾ ഏതായാലും ഈ കണ്ടകശനി കാലഘട്ടം പൊതുവെ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് അത്ര നല്ല സമയം, അത്ര നല്ല കാലം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്, പ്രശ്നങ്ങളൊക്കെ നമുക്ക് അനുഭവത്തിൽ വരാം. അതുകൊണ്ട് അവരവരുടെ ജോലി, കർമ്മ മേഖലയിലും ആരോഗ്യകാര്യങ്ങളിലും ദാമ്പത്യ കുടുംബ ജീവിതത്തിലും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ് കണ്ടകശനി കാലഘട്ടം. ഇവിടെയും നിങ്ങൾ മിഥുനരാശിക്കാരോട് എനിക്ക് എടുത്തു പറയേണ്ട ഒന്ന്, സ്വന്തം ജനന ജാതകപ്രകാരം ഒരു നല്ല ദശാകാലഘട്ടം നടക്കുന്നവർക്ക് ഈ ദോഷഫലങ്ങൾ അത്രമേലൊന്നും അനുഭവത്തിൽ വരില്ല, ധൈര്യമായി മുന്നോട്ട് പോകാം. അല്ലാത്ത പക്ഷമാണ് ഈ ഒരു കണ്ടകശനി എന്ന് പറയുന്ന ആ ശനി ദോഷത്തിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം കൂടുതലായിട്ട് അനുഭവത്തിൽ വരിക. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ 2.5 വർഷം അനുഭവത്തിൽ വരുന്നത് എന്നുകൂടെ ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും 1-4 വട്ടം വളരെയധികം ആലോചിച്ച് ചിന്തിച്ച ശേഷമേ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കുക. അത് നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അവരോടൊക്കെ കൂടി ആലോചിച്ച് വേണം ജീവിതത്തിലെ ഏത് മേഖലയിലാണെങ്കിലും ഒരു കാര്യത്തിനോ തീരുമാനമെടുക്കുവാനും. വളരെ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഒരുപാട് എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷകൾക്കൊന്നും ജീവിതത്തിൽ സ്ഥാനമില്ല. ഉള്ളതിനെ നിലനിർത്തി മുന്നോട്ട് പോകുന്നതാണ് മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമം. ജാതകപ്രകാരം ശുഭഗ്രഹത്തിന് ദശ നടക്കുന്നവർക്ക് ഈ കണ്ടകശനിയെ ഭയപ്പെടേണ്ടതില്ല എന്ന സത്യം കൂടെ മനസ്സിലാക്കുക. ശാസ്താക്ഷേത്രത്തിൽ നിങ്ങളെ സംബന്ധിച്ച് എള്ളുകിഴി, നീരാഞ്ജനം വഴിപാടും ശിവക്ഷേത്രത്തിൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ആ ശനിദോഷങ്ങൾ കുറച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് അഷ്ടമശനി കാലഘട്ടം ആരംഭിക്കുകയാണ്. അഷ്ടമശനി 2.5 വർഷമുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന്, ഈ അഷ്ടമശനിയുടെ ആദ്യത്തെ ഒരു വർഷക്കാലം നിങ്ങൾക്ക് അഷ്ടമശനി ദോഷം വലുതായിട്ട് ബാധിക്കില്ല. കാരണം വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് 2025. അപ്പോൾ ആദ്യത്തെ ഒരു വർഷക്കാലം, ഈ 2.5 വർഷമാണ് കണ്ടകശനി, ഇതിൽ ആദ്യത്തെ ഒരു വർഷക്കാലം വലിയ ദോഷങ്ങൾ അനുഭവത്തിൽ വരില്ല. കാരണം വ്യാഴം 11ൽ സഞ്ചരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട്. അതിനുശേഷമായിരിക്കും ഈ ഒരു അഷ്ടമശനിയുടെ ഒരു കാഠിന്യം ഒരല്പം കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്നതും. അപ്പോൾ ഏതായാലും സ്വന്തം ജനന ജാതകപ്രകാരം വളരെ മോശപ്പെട്ട ദശാകാലഘട്ടം നടക്കുന്നവർക്ക് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. അഷ്ടമം എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന ഭാവമാണ്. അഷ്ടമത്തിന് ഗുണഫലങ്ങൾ നൽകാനുള്ള കഴിവുമുണ്ട്, ദോഷഫലങ്ങൾ നൽകുവാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ അഷ്ടമത്തിൽ ഒരു പാപഗ്രഹം സഞ്ചരിക്കുന്ന കാലം, ആ രാശിക്ക് സഞ്ചരിക്കുന്ന കാലം വളരെ ബുദ്ധിമുട്ടായിട്ട് ഉള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ ലഭിക്കുന്നത്. കാരണം അഷ്ടമം എന്ന് പറയുന്ന മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ പറയാറില്ല, ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത്. അങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളുമായിരിക്കും ഈ ഒരു അഷ്ടമശനി കാലഘട്ടത്തിൽ പൊതുവെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക. അത് പലർക്കും അവരവർ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മസംബന്ധമായിട്ടാകാം. ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളാകാം, ചിലർക്ക് ദാമ്പത്യ കുടുംബജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളാകാം, ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള മറ്റ് പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ആകാം. ഏത് തരത്തിലാണെങ്കിലും ചിലർക്ക് വണ്ടിവാഹന യാത്രകളിൽ നിന്നുണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ, അപകടങ്ങളാകാം. അപ്പോൾ ഇങ്ങനെ പലതരത്തിലും ഒരു ബുദ്ധിമുട്ട് നൽകുന്ന കാലഘട്ടമാണ് അഷ്ടമശനി കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർ 2025 മാർച്ച് മാസം മുതൽ ഒരല്പം കരുതലോടും ശ്രദ്ധയോടും കൂടി മുന്നോട്ട് പോകണം. നിങ്ങളെ സംബന്ധിച്ച് ആദ്യമേ ഞാൻ പറഞ്ഞു, ഒരു വർഷക്കാലം വ്യാഴം 11ൽ സഞ്ചരിക്കുമ്പോൾ ഈ അഷ്ടമശനിയുടെ ദോഷം ഒരു വർഷക്കാലത്തേക്ക് അത്രമേൽ ലഭിക്കില്ല. എന്നാൽ ആ ജാതകപ്രകാരം ഏറ്റവും ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ അഷ്ടമശനി നൽകും. അത് സ്വന്തം ജനന ജാതകം നോക്കിയാൽ മാത്രമേ മനസ്സിലാകൂ. പൊതുവെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഒരു അഷ്ടമശനി കാലഘട്ടത്തിൽ ഒരല്പം കരുതലോടും ശ്രദ്ധയോടും മുന്നോട്ട് പോകേണ്ട സമയമാണ്. ശാസ്താക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലുമൊക്കെ കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും വളരെ വളരെ ഉത്തമം. പൊതുവെ അഷ്ടമശനി കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങൾക്കും പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കും അനുഭവത്തിൽ വരിക. അതൊരു വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അങ്ങനെയുള്ള പല
പ്രശ്നങ്ങളും അനുഭവത്തിൽ വരാം. അതുപോലെ നമ്മൾ ഏത് കാര്യത്തിനിറങ്ങി തിരിച്ചാലും എന്തെങ്കിലും ഒരു തടസ്സം, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് ഈ അഷ്ടമശനി നൽകും. വളരെ നേർരേഖയിൽ വളരെ നല്ല രീതിയിൽ ഒരു കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് നടക്കില്ല. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് സാധിച്ചു വരേണ്ട പല കാര്യങ്ങൾക്കും നമ്മൾ പല തവണ കയറി ഇറങ്ങേണ്ട അവസ്ഥയൊക്കെ ഈ ഒരു അഷ്ടമശനി നൽകും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. വളരെ കരുതലോടും ശ്രദ്ധയോടും മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലാണ് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതകം നിങ്ങളെ സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആ ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളും നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇനി അഷ്ടമശനി ആരംഭിക്കാൻ ഒരു 3 മാസക്കാലം കൂടെ മുന്നോട്ടുണ്ട്. എത്രയും വേഗം ആ ജാതകമൊക്കെ പരിശോധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായ മാറ്റങ്ങൾ ലഭിക്കും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനി 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുകയാണ്. കണ്ടകശനി കാലഘട്ടമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച്. വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. പൊതുവേ 7ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന ഈ കണ്ടകശനി കാലഘട്ടം എന്ന് പറയുമ്പോൾ 7ാം ഭാവം കളത്രഭാവം, കളത്രസ്ഥാനമായതുകൊണ്ട് ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനാവശ്യ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങൾ ഇതിനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ട് പ്രധാനമായും കന്നിരാശിയിൽപ്പെട്ടവർ, വിവാഹം കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരല്പം ശ്രദ്ധയും കരുതലോടും കൂടി മുന്നോട്ട് പോകണം. അനാവശ്യ സംസാരങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം. കാരണം ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളാകും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആ ദാമ്പത്യ ജീവിതത്തിൽ നൽകുക. അതാണ് ശനി നൽകാൻ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് പരസ്പരം എല്ലാ കാര്യങ്ങളിലും ഒരു ക്ഷമയും കരുതലോടും കൂടി ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വരാം. ചിലരെ സംബന്ധിച്ച് കണ്ടകശനി കാലഘട്ടം ആരംഭിക്കുമ്പോൾ പല ബന്ധങ്ങളും അവസാന നിമിഷമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം കാണാറുണ്ട്. അതുകൊണ്ട് വിവാഹ കാര്യങ്ങളിലൊക്കെ നല്ല പരിശ്രമങ്ങൾ വേണ്ടിവരുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും ഈ ഒരു കണ്ടകശനി കാലഘട്ടത്തിൽ കന്നിരാശിക്കാരെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള ഒരു എതിർപ്പുകൾ, ഒരു ശത്രുതകൾ ഒക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരിടങ്ങളിലാണെങ്കിലും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലോ സുഹൃത്ത് ബന്ധങ്ങളിലോ ഒക്കെ അനാവശ്യമായിട്ട് നിങ്ങളെ ഒരു ശത്രുവായിട്ട് കാണുന്ന ഒരവസ്ഥ, ഒരു ശത്രുതാ മനോഭാവം ഉടലെടുക്കുവാനുള്ള സാധ്യത, നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ലതാണെങ്കിൽ പോലും നിങ്ങളെ അനാവശ്യമായിട്ട് എതിർപ്പുകൾ, ശത്രുതകളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടും കരുതലോടും മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ കണ്ടകശനി കാലഘട്ടത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധയും കരുതലും വേണം. കാരണം ഈ ഒരു കാലഘട്ടം ഈ കണ്ടകശനി കന്നിരാശിക്കാർക്ക് നടക്കുമ്പോൾ സാമ്പത്തിക ബാധ്യതകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ പോലും അനാവശ്യമായിട്ട് ഒരുപാട് കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ ലഭിക്കുന്ന ഒരു കാലം കൂടെയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് കണ്ടകശനി കാലഘട്ടം. അതുകൊണ്ട് പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വളരെ ശ്രദ്ധ വേണം. ആരോഗ്യകാര്യങ്ങളിലും ഈ കണ്ടകശനി കാലഘട്ടത്തിൽ കന്നിരാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ കണ്ടകശനി തുടങ്ങുന്നതിന് മുൻപ് അതൊക്കെ ഒരു നല്ലൊരു ഡോക്ടറെ പോയി കണ്ട് അതിന് വേണ്ട മരുന്നുകളൊക്കെ കഴിച്ച് തന്നെ മുന്നോട്ട് പോകണം. കാരണം കണ്ടകശനി കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് വളരെ വലുതായി വരുവാനും ചിലരെ സംബന്ധിച്ചൊരു ആശുപത്രി വാസം, സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയവും കൂടെയാണ് കണ്ടകശനി കാലഘട്ടം. വണ്ടി വാഹന യാത്രകളിലും വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ട സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് കണ്ടകശനി കാലഘട്ടം. അതുപോലെ ഈ ഒരു കണ്ടകശനി കാലഘട്ടത്ത് കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഭൂമി വാങ്ങുവാൻ ഇറങ്ങിത്തിരിച്ചാൽ, അല്ലെങ്കിൽ ഭവന നിർമ്മാണം, ഗൃഹനിർമ്മാണത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു ചേരാം. പലതും പകുതി വഴിയിൽ മുടങ്ങിപ്പോകുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ, തൊഴിൽ സംരംഭങ്ങൾ ഒന്നും തുടങ്ങാൻ പറ്റുന്ന സമയമല്ല. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരും എന്ന കാര്യം കൂടെ മനസ്സിലാക്കുക. ഏതായാലും ഈശ്വരാനുഗ്രഹം വളരെയധികം കുറവായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടും കരുതലോടും നിങ്ങൾ കന്നിരാശിക്കാർ മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഇവിടെയും ഞാൻ മറ്റു രാശിക്കാർക്ക് പറഞ്ഞതുപോലെ വീണ്ടും എടുത്തു പറയുന്നു. കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സ്വന്തം ജനനജാതകപ്രകാരം ശുഭനായ നല്ല ശുഭഗ്രഹത്തിൻ്റെ, ബലവാനായ ഗ്രഹത്തിൻ്റെ ദശ ഇപ്പോൾ നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ
കണ്ടകശനി കാലഘട്ടത്തെ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. എന്തെങ്കിലും ചെറിയ പേരിന് മാത്രം നാമമാത്രമായ ചെറിയ തടസ്സങ്ങൾ ലഭിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതിനെയും നിഷ്പ്രയാസം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ ജാതകപ്രകാരം കൂടെ ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരാണെങ്കിൽ ഈ കണ്ടകശനി കാലഘട്ടമാകും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം. അതിന് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകണം. ഇനി കണ്ടകശനി ആരംഭിക്കാൻ ഒരു 3 മാസക്കാലം കൂടെ ബാക്കിയുണ്ട്. സമയം മുന്നോട്ട് ഒരുപാടുണ്ട്. എത്രയും വേഗം ആ ജാതകമൊക്കെ പരിശോധിച്ച് അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഏതായാലും വളരെ ശ്രദ്ധയോടും കരുതലോടും മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് കണ്ടകശനി കാലഘട്ടം. അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ആ 2.5 വർഷക്കാലത്തെ ദുരിതങ്ങൾ, ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് മോചനവും ലഭിക്കും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനി 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അർദ്ധാഷ്ടമ ശനി കാലം. പൊതുവെ പലരും പറയുന്ന ഒന്നാണ് 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് കണ്ടകനാണ്, കണ്ടകശനി കാലഘട്ടമാണ് എന്നുള്ളത്. 4, 7, 10 എന്നീ കേന്ദ്രഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുമ്പോൾ പലരും അതിനെ കണ്ടകശനി എന്ന് പറയും. ഇതിൽ 7, 10 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് ആ കണ്ടകശനിയുടെ ദോഷം പൂർണ്ണമായും അനുഭവത്തിൽ വരുന്നത്. 4-ാം ഭാവം എന്ന് പറയുന്നത് അഷ്ടമത്തിൻ്റെ നേർപകുതിയാണ്. അപ്പോൾ 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അവിടെ കണ്ടകശനിയുടെ ഫലമല്ല നമുക്ക് ലഭിക്കുന്നത്, അർദ്ധാഷ്ടമശനിയുടെ ദോഷഫലങ്ങളാണ്. അഷ്ടമത്തിൻ്റെ പകുതി ദോഷഫലങ്ങൾ എന്ന് പറയാം. അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അർദ്ധാഷ്ടമ ശനി കാലഘട്ടമാണ്. സുഖങ്ങൾക്കൊക്കെ ഒരൽപ്പം ഹാനി, തടസ്സം ലഭിക്കുന്ന കാലമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. പ്രത്യേകിച്ച് മനസ്സിനെ അലട്ടുന്നത്, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്, മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ മനസ്സമാധാനത്തിന്, സന്തോഷത്തിനൊക്കെ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന പലതരത്തിലുള്ള അനുഭവങ്ങൾ ലഭിക്കുന്ന കാലഘട്ടമാണ് അർദ്ധാഷ്ടമശനി കാലഘട്ടം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളിലും, അത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ജോലി, ബിസിനസ്സിലാണെങ്കിലും, നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലോ, ദാമ്പത്യ ജീവിതത്തിലോ, മറ്റേത് കാര്യങ്ങളിലും നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ വളരെയധികം ആലോചിച്ച്, ചിന്തിച്ച്, തീരുമാനമെടുത്ത് പെരുമാറി മുന്നോട്ട് പോകുന്നതാണ് ഉത്തമം. കാരണം പലപ്പോഴും അർദ്ധാഷ്ടമശനി സമയത്ത് നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും നമുക്ക് തെറ്റായി പോകാം. വളരെ ധൃതി പിടിച്ച് ഒരു കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും കരുതലും ഉണ്ടാകേണ്ട സമയമാണ് അർദ്ധാഷ്ടമശനി കാലഘട്ടം. ആരോഗ്യകാര്യങ്ങളിലും ഒരല്പം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവരവരുടെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ, ദാമ്പത്യ ജീവിതത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയമാണ് അർദ്ധാഷ്ടമശനി സമയം. അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകണം. അത് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കാം. നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിലാണെങ്കിലും, കുടുംബ ബന്ധങ്ങൾ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളും നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് മാറും എന്ന് മനസ്സിലാക്കുക. അതുപോലെ അർദ്ധാഷ്ടമശനി കാലഘട്ടത്തിൽ ധനുരാശിക്കാരെ സംബന്ധിച്ച് ആർക്കും ഒന്നിനും ഒരു വാക്ക് കൊടുക്കാൻ പറ്റുന്ന സമയമല്ല. നിങ്ങൾ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു വാക്ക് കൊടുത്താൽ ആ വാക്ക് നിങ്ങളാൽ പാലിക്കപ്പെടാൻ സാധ്യത വളരെ കുറവായിരിക്കും. കാരണം അത് നിങ്ങളുടെ കുഴപ്പമല്ല. ആ വാക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാനായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളൊക്കെയാണ് ശനി നൽകുന്നത്. അതുമൂലം വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് ശത്രുതയും അനാവശ്യ സംസാരങ്ങളുമൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആർക്കും ഒന്നിനും ഒരു വാക്ക് കൊടുക്കാൻ പറ്റുന്ന സമയമോ സാഹചര്യമോ അല്ല അർദ്ധാഷ്ടമശനി കാലഘട്ടം. പിന്നീട് പ്രധാനമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പണമിടപാടുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും ശ്രദ്ധ വേണം. ഈ ഒരു സമയം അനാവശ്യമായിട്ടുള്ള കടബാധ്യതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മുതിരാനായിട്ട് പാടില്ല. ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, ഉള്ളതിനെ നിലനിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഒരുപാട് വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സമയമല്ല ശനി അർദ്ധാഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകണം. അതുപോലെ അവരവരുടെ മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച്. അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകണം. അതുപോലെ ഗൃഹനിർമ്മാണം, ഭവന നിർമ്മാണത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ചാലും പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് വേണം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാനായിട്ട്.
ഈ അർദ്ധാഷ്ടമശനി കാലഘട്ടം അങ്ങനെ ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന സമയമല്ല. അതുകൊണ്ട് എല്ലാത്തിലും ശ്രദ്ധയും കരുതലോടും കൂടി മുന്നോട്ട് പോവുക. ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതകപ്രകാരം ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരാണെങ്കിൽ ഈ അർദ്ധാഷ്ടമശനി ദോഷത്തെ വലുതായിട്ട് ഭയപ്പെടേണ്ടതില്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സ്വന്തം ജനന ജാതകപ്രകാരം കൂടെ ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് ഈ അർദ്ധാഷ്ടമശനി ഒരു വലിയ ബുദ്ധിമുട്ടാകും. അത് മനസ്സിലാകണമെങ്കിൽ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം. ഞാൻ പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും നല്ല പ്രാർത്ഥനയോടെ ശനീശ്വര ക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലുമൊക്കെ കഴിയുന്ന വഴിപാടുകൾ ചെയ്തു പോയാൽ ഈ അർദ്ധാഷ്ടമശനി ദോഷത്തെ നല്ല രീതിയിൽ മറികടന്ന് മുന്നോട്ട് പോകുവാനും സാധിക്കും. നന്ദി.